മൂന്നാറിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ ഡിപ്പോയിലെ ടാങ്കറിൽ നിന്നും മണ്ണെണ്ണ മോഷണം പോയി. കണക്ക് കൃത്യമായി സൂക്ഷിക്കാനായി പകരം ടാങ്കറിൽ വെള്ളം നിറച്ചു. സംഭവത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ ഡിപ്പോയുടെ ചുമതലയുണ്ടായിരുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവായ ജീവനക്കാരനാണെന്ന് സൂചന. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ ഡിപ്പോയിലെ ടാങ്കറിൽ നിന്നും മണ്ണെണ്ണ മോഷണം പോയി. കണക്ക് കൃത്യമായി സൂക്ഷിക്കാനായി പകരം ടാങ്കറിൽ വെള്ളം നിറച്ചു. സംഭവത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ ഡിപ്പോയുടെ ചുമതലയുണ്ടായിരുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവായ ജീവനക്കാരനാണെന്നാണ് സൂചന. മൂന്നാർ ടൗണിന് സമീപത്ത് പഞ്ചായത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ള മണ്ണെണ്ണ ഡിപ്പോയിലാണ് തട്ടിപ്പ് നടന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 29-ന് ഇവിടെ നിന്നും റേഷൻ കടകൾക്ക് വിതരണം ചെയ്ത മണ്ണെണ്ണയിൽ വെള്ളത്തിന്റെ അംശം കണ്ടതോടെയാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഒരാളാ. ഇദ്ദേഹത്തിന് എന്നാത്തിനാ 2 ലിറ്റർ 2 ബാരൽ ഇവിടെ മൂന്നാർ വഴിക്ക് കൂടി കൊണ്ടുപോയത്? ഇത് വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഇദ്ദേഹത്തിന് സ്വന്തം സ്ഥാപനം ഉണ്ടോ? ഇതൊക്കെ കരിഞ്ചീന നിലയിൽ വിൽക്കാനുള്ള ഇതാ കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ട് ഇത് നടപടിയെടുക്കണം. നടപടിയെടുത്തില്ലെങ്കിൽ BJPയുടെ സമരം നേരിടുന്നു BJP ഭാഗത്ത് ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്നയാൾ ഇതിന് തൊട്ടടുത്ത ദിവസം നീണ്ട അവധിക്ക് പോയതിനാൽ സൂപ്പർ മാർക്കറ്റിലെ മറ്റൊരു ജീവനക്കാരന് ഡിപ്പോയുടെ ചുമതല കൈമാറിയിരുന്നു. ഇയാൾ ചുമതലയേറ്റ ദിവസമാണ് റേഷൻ കടക്കാർ പരാതി ഉന്നയിച്ചത്. ഇതോടെ പുതുതായി ചുമതലയേറ്റയാൾ ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പെട്രോളിയം വകുപ്പ് നടത്തിയ പരിശോധനയിൽ 24,000 ലിറ്റർ വീതമുള്ള 2 ടാങ്കുകളിലായി 562 ലിറ്റർ വെള്ളം കലർത്തിയതായി കണ്ടെത്തി. സംഭവം വിവാദമായതോടെയാണ് കോട്ടയം മേഖല സപ്ലൈകോ വിജിലൻസ് സ്ക്വാഡ് ഫ്ലൈയിംഗ് ഓഫീസർ റിനേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡിപ്പോയിലെത്തി പരിശോധന നടത്തിയത്. ജീവനക്കാർ, റേഷൻ കട ഉടമകൾ എന്നിവരിൽ നിന്നും സംഘം തെളിവെടുത്തു. 562 ലിറ്റർ മണ്ണെണ്ണ കരിഞ്ചന്തയിൽ വിറ്റ ശേഷം പകരം വെള്ളം ഒഴിച്ചുവെച്ചതായാണ് സൂചന. തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി കേസ് പോലീസിന് കൈമാറുമെന്നാണ് സൂചന. കോളനിയിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ 2.5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ട്രാൻസ്ഫറിലായിരുന്ന ജീവനക്കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജോലിയിൽ തിരികെ കയറിയത്. ബന്ധുവിന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ സൂപ്പർ മാർക്കറ്റിലും മണ്ണെണ്ണ ഡിപ്പോയിലും ജോലിക്ക് കയറുകയായിരുന്നുവെന്നാണ് ആരോപണം. എസ്. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.